അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇന്നിതാ ഇവർ വന്ന് 2ാം ദിവസം. അപ്പോൾ ഞങ്ങളിന്ന് ഇവരെയൊക്കെ കൊണ്ട് ഗോരഖ്പൂർക്ക് പോവാണ്. ഗോരഖ്പൂർ എയർപോർട്ടിലാണ് ഇവർ വന്ന് ഇറങ്ങിയത്. അതെ, പക്ഷേ അവിടെ ഒന്നും നമുക്ക് കാണാനൊന്നും പറ്റിയില്ലല്ലോ, ആരുടെയും അടുത്തൊന്നും പോയി ഒന്നും കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ മുൻപത്തെ പ്രിൻസിപ്പാൾ അച്ഛനുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകണം, അച്ഛൻ്റെ സ്ഥലത്തേക്ക്. ഒരു സ്കൂളാണ് ചർഗാവ സ്കൂൾ. അച്ഛനെയൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എവിടേക്ക് പോകണ ജംഗിൾ സിക്രി പോകണ്ടാവും. അപ്പം അവിടെ ചെന്നിട്ട് സമയം കിട്ടിയാൽ ഞങ്ങൾ അവിടെ വേറെ ഒരു സ്ഥലം കൂടിയുണ്ട്, വേറൊരു ഫാം, പശുവൊക്കെയുള്ള ഫാമാണ് അല്ലേ. അവിടെ അച്ഛന്മാർ നടത്തുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെയും നമുക്ക് പോകാൻ സമയം കിട്ടി അങ്ങോട്ട് പോകും. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ വർഷം ഞങ്ങളൊക്കെ പോയിരുന്ന ഒരു ക്രൂയിസ്, ഗോരഖ്പൂരുള്ള ഒരു ക്രൂയിസ്. അപ്പോൾ ഒരു ഷിപ്പിലൊക്കെ ഒന്ന് കയറ്റാം, ഷിപ്പല്ല വലിയ ബോട്ടാണ്, ബോട്ടിലൊക്കെ ഒന്ന് കയറ്റി കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഹോളിയൊക്കെ കാരണം അവിടെ ചെല്ലുമ്പോൾ എന്താവും സ്ഥിതി എന്നറിയില്ല. അത് ഞങ്ങൾ കൊണ്ടുപോയേക്ക് എന്താ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടു കാണുമായിരിക്കും. ഇന്നിപ്പോൾ ഇവരെ കൊണ്ടുപോയി കാണിക്കാന്ന് വിചാരിക്കണം അവിടെ. സണ്ണിയോട് ചോദിച്ചു നോക്കട്ടെ ഇനി ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം, രാത്രിയിലെ ഉറക്കം ഫസ്റ്റ് ഡേ ഇവിടെ വന്നിട്ട്? കാരണം മിനിഞ്ഞാന്ന് രാത്രി 12:30 1 മണിയല്ല 1:15 കിടന്നു, 3 മണിയായപ്പോ എനിറ്റു. അവിടെ അത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവർക്കൊക്കെ ബാക്കി നിൽക്കുമായിരുന്നു. ഇന്നും കൂടി തുറക്കുന്ന ഫ്ലൈറ്റിൽ അത്രയ്ക്ക് ഉറങ്ങാൻ കിടന്നു. പക്ഷെ ഒരു സുഖം കിട്ടിയ കിട്ടിയ കുറച്ച് നേരം ഇന്നലെ ഉറങ്ങി. ഇന്നലെ നമ്മൾ എത്ര മണിക്ക് ഉറങ്ങാൻ പോയി? 12:30-ക്കോ 12 മണിക്ക് ഉറങ്ങിയില്ലേ നമ്മളപ്പോ പെട്ടി പൊട്ടിക്കലായിരുന്നു. 12:10 വരെ പെട്ടി പൊട്ടിക്കൽ തന്നെയായിരുന്നു. പെട്ടി കാണി. ഞങ്ങൾ രാവിലെ തന്നെ കുർബാനയ്ക്കൊക്കെ പോയി. ഞങ്ങളുടെ സ്കൂളിലുള്ള ചാപ്പലൊക്കെ വരെ കാണിച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ സമയം 11:30 ആവണം. അപ്പം ഇപ്പോഴാണ് നമ്മൾ ഗോരഖ്പൂർക്ക് പോകണേ. വാ ഇറങ്ങാം, ലേറ്റായി പോവാം. ഇതാ വരുന്നത് നമ്മുടെ വിടുവാൻറ്റി റെഡിയായി എത്തി പോകാനായിട്ട്. ഇറങ്ങാം. എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല, അങ്ങനെ തിരിച്ച്. അതിനിടയ്ക്ക് നമുക്കിപ്പോൾ വലിയൊരു അടി കിട്ടിയേക്കുന്ന അഞ്ജലിയുടെ എക്സാം 9-ാം തീയതി ആയിരുന്നു വെച്ചിരുന്നത്. ആദ്യത്തെ ടൈം ടേബിൾ വെച്ച് 9-ാം തീയതി ആയിരുന്നു. അല്ല, ഏറ്റവും ആദ്യത്തെ ടൈം ടേബിൾ വെച്ച് ആണ്. പക്ഷെ അത് മാറ്റി 9-ാം തീയതിക്ക് ആക്കി. പിന്നെ അത് വീണ്ടും മാറി 6-ാം തീയതി. അപ്പൊ അതുകൊണ്ട് 5 ആകെ പെട്ടിരിക്കുകയാണ്. ഹോളി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അഞ്ജുവിന് എക്സാം, ലാസ്റ്റ് എക്സാം. അപ്പൊ അത് തന്നെ അത് ഇവിടെ ഉള്ളപ്പോ തന്നെ പഠിക്കേണ്ടി വരും. ഇറങ്ങാം, കേറ്. ഇവിടെ ഭയങ്കര ഫോട്ടോഗ്രാഫി നടക്കണം കേട്ടോ. 5 അവരുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. പിന്നെ ആങ്ങളെ നാത്തൂനൊക്കെ എത്തിയിട്ടോ. അപ്പൊ അവരൊക്കെ കൂട്ടി ഒരു വീഡിയോ എടുക്കുന്നതാ. അതെ, എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ആങ്ങളെ നാത്തൂൻ എന്ന് പറഞ്ഞപ്പോ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി കറങ്ങാൻ പോകും. അപ്പൊ ഞങ്ങളിതേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് സണ്ണിയെ ഏൽപ്പിച്ചേക്കാണ് വണ്ടി. സണ്ണിനെയാണ് ഇന്ന് ഡ്രൈവിംഗ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സണ്ണി ഇതാ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കണ. ഇന്ന് സണ്ണി വിടും ഫ്രണ്ട് സീറ്റില്, ചേട്ടന് ഇതാ അവിടെ പുറകിൽ ഇരുത്തിയേക്കണ്. അതെ, ഇന്ന് ഞങ്ങള് 3 പേരും പുറകിലത്തെ സീറ്റില്. ഇന്ന് സണ്ണി ഓടിപ്പിച്ചു പ്രാക്ടീസ് ചെയ്തിട്ട്. യു പി ഡ്രൈവിംഗ്. നമ്മൾ ആദ്യം പെട്രോളൊക്കെ അടിക്കാൻ പോവാണ്. പെട്രോൾ അടിച്ചിട്ടുണ്ട് നമുക്ക് ഗോരഖ്പൂർക്ക് പോകാനായിട്ട്. ഞങ്ങളിതേ ഗോരഖ്പൂർക്ക് പോയിക്കൊണ്ടിരിക്കണ്. മിടുവിടെ പകുതി ഉറക്കത്തിലായി. മിടു ചെരിഞ്ഞു. ഇല്ലല്ലോ, ഡ്രൈവർ എങ്ങനെ ചെരിയ? ഡ്രൈവർ ഇപ്പൊ ഉറങ്ങാൻ പാടില്ല. ഡ്രൈവർ നല്ല പാട്ടൊക്കെ പാടി നല്ല ഉഷാറായിരിക്കണം. അത് അങ്ങേ സൈഡില് സണ്ണി ഒരു പാട്ട് പാടിയടാ.
ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് അച്ഛന് ഇത്തിരി സ്വീറ്റ്സും കൂടെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഹോളി ആണല്ലോ, 2 ദിവസം കഴിയുമ്പോൾ ഹോളി വരണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ, ഞാനിത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തെന്ന് മാത്രം, കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോളിയുടെയൊക്കെ 2 ദിവസം മുമ്പാണ് അച്ഛൻ്റെ അടുത്തേക്കൊക്കെ പോയത്. അപ്പോൾ ഇത്തിരി സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അച്ഛനും ഞങ്ങൾക്കും വേണ്ടിയുള്ള സ്വീറ്റ്സ് ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. മോളിക്കൂടെ ഒരു ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് തിരിയേണ്ടത് ലെഫ്റ്റിലേക്ക്. അങ്ങനെ ഞങ്ങൾ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അച്ഛന്റെ സ്കൂളിലേക്ക് എത്തിയിട്ടോ. അപ്പോ അവിടെ ഗേറ്റ് തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബോർഡ് എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അച്ഛൻ കുറച്ച് ബിസിയാണ് ഈ സമയത്ത്, കുട്ടികൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കണം. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഗ്രോട്ടോ ഉണ്ട് കേട്ടോ. അപ്പൊ ഗ്രോട്ടോ ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാണ്. അച്ഛനിപ്പോ ഓഫീസിലാണ്. അപ്പൊ കുട്ടികളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ എത്തുള്ളൂ. അപ്പൊ അതുവരെ അവിടേക്ക് ഒന്ന് കറങ്ങി കാണാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നടന്ന് ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ മുൻപൊക്കെ വന്ന് വീഡിയോ ഒക്കെ പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഇതാണ് അച്ഛൻ്റെ സ്കൂള്. അച്ഛൻ ഇപ്പം ഉള്ളത് സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ വരുന്നവരെ ഇങ്ങനെ എനിക്കായിട്ടൊക്കെ ഒന്ന് കണ്ട് നടക്കാമെന്നൊക്കെ വിചാരിച്ചു ഇവിടേക്ക്. നല്ല അടിപൊളി സീനറി ഇവിടെ. ഇപ്പം നിങ്ങളിവിടെ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി വീഡിയോ എടുക്കാമെന്ന്. എന്നാൽ ഫോട്ടോ എടുക്കാം. ഇവിടെ അച്ഛന് നല്ല അടിപൊളി ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ട്. ആ സൈഡിലുണ്ട് ഇഷ്ടംപോലെ ഫ്ലവേഴ്സ്, അടിപൊളി ഫ്ലവേഴ്സ്, നല്ല കളർഫുൾ ഫ്ലവേഴ്സ്. അപ്പോൾ ഇത് എക്സാമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞു വിട്ടിട്ട് അച്ഛൻ വരാമെന്നാണ് പറഞ്ഞത്. ഇപ്പം അച്ഛൻ വരെയായിരിക്കും. ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം അവിടെ. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എത്തിയിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കുള്ള ഉച്ചക്കാലത്തെ ഫുഡൊക്കെ അച്ഛൻ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അച്ഛൻ്റെ ഒപ്പം ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇറങ്ങുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ അച്ഛൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. സണ്ണിയും ഇടും വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടോ അവരെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ അവര് തലേദിവസം വന്ന് പിറ്റേ ദിവസം ആദ്യത്തെ യാത്ര തന്നെ ഗോരഖ്പൂർക്കാണ്. അപ്പൊ അവരിവിടെ ഉള്ളത് കുറച്ച് ദിവസം അവരെ മാക്സിമം സന്തോഷിപ്പിക്കാന്നുള്ളതാണ് നമ്മുടെയും ഒരു ആഗ്രഹം. അപ്പോ അവർക്ക് പറ്റുന്ന പോലെ വീഡിയോ എടുക്കാനുള്ള ചാൻസ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ എവിടെയൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റും അങ്ങനെ കാണാത്ത സ്ഥലങ്ങളെല്ലാം കാണിക്കുക. വീഡിയോ ഒക്കെ ഫസ്റ്റ് ടൈം വരുന്നത്, അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരു ചെറിയ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് നല്ല സ്ഥലമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഗോരഖ്പൂർക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇഷ്ടംമാതിരി വഴി സൈഡിലൊക്കെ ഇങ്ങനെ നിറച്ച് ഹോളി കളിക്കാനായിട്ട് ഇടേണ്ട ഡ്രസ്സുകളും അതുപോലെ ഹോളി കളിക്കാനായിട്ടുള്ള കളറുകള്, പിന്നെ ഗണ്ണ് കാര്യങ്ങളൊക്കെ കളിക്കാനുള്ള അങ്ങനത്തെ കളിക്കോപ്പ് ഐറ്റംസുകളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. റോഡിന്റെ 2 സൈഡിലുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് അവരാ കാഴ്ചകളൊക്കെ കാണിച്ച് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല രസം കേട്ടോ. ഇരുമ്പിന്റെ ചീനച്ചട്ടികളാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിക്കാലോ. അപ്പൊ ഇങ്ങനെ കുറേ ഏരിയ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഇരുമ്പിന്റെ ചീനച്ചട്ടികള്, പാൻ, നല്ല ഭംഗിയുണ്ട്. എല്ലാം പല പല ഷേപ്പിൽ. അപ്പൊ ഞങ്ങള് ഇതെല്ലാം ഒന്ന് കണ്ട് പറ്റുന്നത് ഒരെണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പോന്നേക്കാണ്. ഞങ്ങളിപ്പോ ഇവിടുന്ന് ഒരേ പാൻ വാങ്ങിച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നല്ല ഇരുമ്പിന്റെ ചീനച്ചട്ടി ആയിട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അത് വാങ്ങി. പിന്നെ കിച്ചണിലേക്കൊക്കെ വേണ്ടിയുള്ള നൈഫ് അതും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ 2 നൈഫ് എടുത്തിട്ടുണ്ട്, ഒരു വലുതും ഒരു ചെറുതുമായിട്ട്. അങ്ങനെ നൈഫൊക്കെ വാങ്ങി ഞങ്ങൾ അവിടുന്ന് വീണ്ടും പോകണം കേട്ടോ. നമുക്കിനി വീട്ടിൽ കൊണ്ടുപോയി ഒന്ന്
മയപ്പെടുത്തണം. അപ്പോൾ ഇരുമ്പിന്റെ ചീനച്ചട്ടിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് മയപ്പെടുത്തിയിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് വേണം എനിക്ക് അതൊന്ന് മയപ്പെടുത്തിയൊക്കെ എടുക്കാൻ. സണ്ണിയും വീടും അവരും വാങ്ങിച്ചിട്ടുണ്ട്, അവർക്ക് ആവശ്യത്തിന് ഒരു പാനും അതുപോലെ നൈഫ് കാര്യമൊക്കെ അവരും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് രാജസ്ഥാൻകാരായിട്ട് ഇവിടെ അങ്ങനെ സെയിൽ ചെയ്തായിരുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇനി ബോട്ടിങ് എവിടെയുള്ള ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, ക്രൂയിസിന്റെ അടുത്തേക്ക്. അപ്പൊ അങ്ങനെ അതായത് നമ്മൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.